എല്ലാവർക്കും നമസ്കാരം. നമുക്കിന്ന് വെരിക്കോസ് വെയിനെ പറ്റി സംസാരിച്ചാലോ? എന്താണ് വെരിക്കോസ് വെയിൻ? നമ്മൾ പലരുടെയും കാലുകളിൽ വെയിൻസ് ഇങ്ങനെ തടിച്ച് വീർത്ത് ചുരുണ്ടുകൂടി അല്ലെങ്കിൽ ഇങ്ങനെ സ്പ്രെഡായിട്ട് കിടക്കുന്ന കണ്ടിട്ടില്ല, ഒരു ബ്ലൂ അല്ലെങ്കിൽ ഡീപ്പ് പർപ്പിൾ കളറിൽ. അതാണ് വെരിക്കോസ് വെയിൻ. അപ്പൊ ഈ അവസ്ഥയ്ക്കാണ് വെരിക്കോസിറ്റി എന്ന് പറയുന്നത്. ഇനി എന്താണ് ഇങ്ങനെ വരാൻ കാരണം? നമ്മുടെ ശരീരത്തിൽ ശുദ്ധരക്തം ഹാർട്ടിൽ നിന്ന് എല്ലായിടത്തേക്കും പമ്പ് ചെയ്യുന്നതായിട്ട് നമുക്കറിയാം. തിരിച്ചതേപോലെ തന്നെ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും അശുദ്ധ രക്തം തിരികെ ഹാർട്ടിലേക്കും പോകുന്നുണ്ട്. അപ്പൊ കാലുകളിൽ നിന്ന് വെയിൻ വഴി ഈ രക്തം ഹാർട്ടിലേക്ക് പോകുന്നു. അപ്പൊ ഈ വെയിൻസിലെല്ലാം ഓരോ വാൽവുകളുണ്ട്. അതായത് ഈ ഹാർട്ടിലേക്ക് പോകുന്ന രക്തത്തിന് തിരിച്ച് കടത്തി വിടാതെ സഹായിക്കുന്ന വാൽവുകൾ വെയിൻസിനകത്തുണ്ട്. ആ വാൽവുകൾ ദുർബലമായി പോവുക, ആ വെയിൻസിന്റെ ഇലാസ്റ്റിസിറ്റി കുറയുക, ഇങ്ങനെയുള്ള അവസ്ഥകളിലാണ് വെരിക്കോസ് വെയിൻസ് ഉണ്ടാകുന്നത്. തിരികെ ഹാർട്ടിലേക്ക് പോകുന്ന ബ്ലഡ് ഇങ്ങനെ വെയിൻസ് ഇലുകി ഈ വാൽവുകൾ ദുർബലമാവുന്നത് കാരണം കുറച്ച് ശതമാനം തിരികെ കാലുകളിലേക്ക് പോവുകയും ആ രക്തം അവിടെ കെട്ടിക്കിടന്ന് അശുദ്ധ രക്തം അവിടെ കെട്ടിക്കിടക്കുകയും ആ വെയിൻസ് ഇതേപോലെ ആ സിരകൾ ബൾജ് ചെയ്ത് ചുരുണ്ടുകൂടി വീർത്ത് കിടക്കുന്നു. അപ്പൊ ഇതാണ് വെരിക്കോസ്. ആയുർവേദത്തിൽ ഇതിനെ സിരാഗ്രന്ഥി എന്നാണ് പറയുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് ഇത് വരുന്നതെന്നുള്ളത് ആയുർവേദത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം. അതായത് ഒന്നാമതായിട്ട് പറയുന്നത്, വളരെ ക്ഷീണിതനായിട്ടിരിക്കുന്ന ഒരാള്, മെലിഞ്ഞ് വളരെ ആരോഗ്യമില്ലാതിരിക്കുന്ന ഒരാള് കഠിനാധ്വാനം ചെയ്യുമ്പോൾ അങ്ങനെ ശീലിക്കുന്ന ഒരാൾക്ക് ഇത് കാണാറുണ്ടെന്ന് പറയുന്നു. പിന്നെ പറയുന്നത്, നമ്മൾ നല്ല വെയിലത്തൊക്കെ പോയി നടന്ന് തിരിച്ചു വന്നതിന് ശേഷം, അല്ലെങ്കിൽ ശരീരം നന്നായിട്ട് ചൂടായിരിക്കുന്ന അവസ്ഥയിൽ, നിങ്ങൾ അങ്ങനത്തെ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്ത് ഇരിക്കുന്ന അവസ്ഥയിൽ പെട്ടെന്ന് തന്നെ പോയി കുളിക്കുക, പോയി തണുത്ത വെള്ളത്തിൽ കാല് കഴുകുക, ഇത് പതിവായിട്ട് ചെയ്യുന്ന ആൾക്കാരിലും ഇതുണ്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ വാദം വർദ്ധിക്കുന്നതായിട്ടുള്ള ഭക്ഷണങ്ങൾ, രക്തദുഷ്ടി ഉണ്ടാക്കുന്നതായിട്ടുള്ള ഭക്ഷണങ്ങൾ, വിരുദ്ധ ആഹാരങ്ങളൊക്കെ നിത്യേന ശീലിക്കുന്ന ആൾക്കാരിലും ഇങ്ങനെ ഒരു അവസ്ഥ കണ്ടുവരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനത്തെ ഈ നിദാനങ്ങളെല്ലാം കാരണം നമ്മുടെ ശരീരത്തിലെ വാദം വർദ്ധിക്കുകയും ആ വർദ്ധിച്ച വാദം പിന്നീട് രക്തത്തെ ദൂഷിപ്പിക്കുകയും ഈ നെറ്റ്വർക്ക് ഓഫ് വെയിൻസിനെ അഫക്റ്റ് ചെയ്ത് ആണ് ഈ ഒരു എന്താ പറയാ ഗ്രന്ഥി അല്ലെങ്കിൽ ഈ വെയിനിനെ ഈ ഒരു അവസ്ഥയിലാക്കുന്നതെന്നാണ് ആയുർവേദത്തിൽ പറയുന്നത്. ഇനി എന്താണ് ഇതിന്റെ ലക്ഷണങ്ങൾ? അപ്പൊ ഇതിന്റെ പ്രോഡ്രോമൽ സിംറ്റംസ് ആയിട്ട് വരുന്നത്, അതായത് പൂർവ്വരൂപമായിട്ട് വരുന്നത്, ഒരു മൈൽഡ് ഡൾ ഏക്കിംഗ് പെയിൻ, ചെറിയൊരു പെയിനോട് കൂടി ഒരു ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യുന്നു, കാലിനൊക്കെ ഒരു ഹെവിനെസ്, ഒരു കട്ടുകഴപ്പ് പോലെയൊക്കെ ഫീൽ ചെയ്യുന്നൊക്കെ ആയിട്ടാണ് ഇതിന്റെ പൂർവ്വരൂപത്തിൽ പറയുന്നത്. പിന്നെ ആചാര്യന്മാർ ഒരിക്കലും ഏരിയ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടില്ല, ഈ കാലുകളിലായിരിക്കും ഇത് വരിക എന്ന് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടില്ല. ശരീരത്തിൽ എവിടെ വേണമെങ്കിലും വരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ക്ലിനിക്കിൽ നമ്മൾ കൂടുതലായിട്ടും കാലുകൾ വരുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത്. പക്ഷെ എന്നാലും മറ്റ് പാർട്ടുകൾ ഇത് കാണാറുണ്ട്. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഹെംബ്രോയിഡ്സ്, പൈൽസ്. അതായത് ആ ഭാഗത്ത് വെയിൻസ് തടിച്ചു വരുന്നതാണ് ഹെംബ്രോയിഡ്സ് അല്ലെങ്കിൽ പൈൽസ് എന്ന് പറയുന്നത്. അതുകൂടാതെ ഈ ആണുങ്ങളിലൊക്കെ സ്ക്രോട്ടത്തിൽ ഇത് വെരിക്കോസിലായിട്ട് ഇത് കാണാം. അപ്പൊ ഇതിന്റെ ചികിത്സാ രീതി എന്ന് പറയുന്നത്, അപ്പൊ രോഗികളുടെ ഒരു കണ്ടീഷൻ അനുസരിച്ച്, അവരുടെ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് അവർക്ക് മരുന്ന് കൊടുക്കാം. അതായത് ഇപ്പോൾ വെരിക്കോസിറ്റിക്ക് ഒരു 6 സ്റ്റേജാണ് പറയുന്നത്. അപ്പൊ ആദ്യത്തെ ഒരു 4 സ്റ്റേജ് എന്ന് പറയുന്നത് നമുക്ക് ചികിത്സിക്കാൻ മാത്രം ബുദ്ധിമുട്ടില്ലാത്തൊരു സ്റ്റേജാണ്. പക്ഷെ പിന്നെയുള്ള 2 സ്റ്റേജ് എന്ന് പറയുന്നത് നമുക്ക് ചികിത്സിച്ച് മാറ്റാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു ഭാഗമായിട്ടാണ് ഒരു സ്റ്റേജാണത്. അപ്പൊ ആദ്യത്തെ 4 സ്റ്റേജ് എന്ന് പറയുന്ന കാലിലപ്പം വേദന ഒന്നും ഉണ്ടാവില്ല, കാലുകളിൽ ഇതുപോലെ വെയിൻസ് കാണാം. പിന്നെ പതുക്കെ അതൊരു ചെറിയ ഡൾ പെയിനിലേക്ക് വരും, ചെറിയ കാലുകൾ കഴിക്കുന്ന ഒരു സ്റ്റേജ് വരും. പിന്നെ ചെറിയൊരു കളർ ഡിഫറൻസ് വരാൻ തുടങ്ങും, സ്വെല്ലിങ് വരും. പിന്നെ ഈ ചൊറിച്ചിൽ വന്നു തുടങ്ങും. പിന്നെ ചൊറിഞ്ഞുറഞ്ഞ ആ ഭാഗത്ത് ചെറിയ മുറിവ് വന്നു തുടങ്ങും. ഇപ്പൊ ഡയബറ്റീസ് ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഈ മുറിവുകൾ പിന്നെ അങ്ങനെ ഉണങ്ങില്ല, അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അങ്ങനെ ആ മുറിവ് പിന്നെ അത് വ്രണമായിട്ട് മാറും. അപ്പം ഇത് കുറച്ച് ദിവസം കൊണ്ടല്ല, ഇത് കുറേയേറെ വർഷങ്ങൾ കൊണ്ടാണ് ഈ ആദ്യത്തെ സ്റ്റേജിൽ നിന്ന് അവസാനത്തെ സ്റ്റേജിലേക്ക് എത്തുന്നത്. അപ്പൊ ആദ്യത്തെ സ്റ്റേജൊക്കെ ആണെങ്കിൽ നമുക്കത് വളരെയധികം പെട്ടെന്ന് തന്നെ നമുക്ക് മരുന്നുകളുണ്ട് തന്നെ. ഇപ്പം മഹാമഞ്ചിഷ്ടാദി, ചിരിവില്ലാതെ തുടങ്ങിയ കഷായങ്ങളൊക്കെ കൊടുത്ത് ആൾക്കാർക്ക് വളരെയധികം ആശ്വാസം കിട്ടുന്നത് കണ്ടിട്ടുണ്ട്. പിന്നെ ആണെങ്കിലും നമുക്ക് ഇവർക്ക് വിരേചനം നമ്മൾ ചെയ്യാറുണ്ട്. പിന്നെ സ്നേഹവനകത്തേക്ക് തൈലങ്ങൾ കൊടുത്ത് പുറത്ത് അഭ്യംഗം ചെയ്ത് നമ്മൾ ചികിത്സിക്കാറുണ്ട്. ഇപ്പം നോർമലി മസാജൊക്കെ ചെയ്യുമ്പോൾ മേളിൽ നിന്ന് താഴേക്കാണ് ഒരു മസാജ് ചെയ്യുന്നതെങ്കിൽ, വെരിക്കോസ് വെയിനുള്ള ആൾക്കാരിൽ നമ്മൾ താഴെ നിന്ന് മേളിലേക്കാണ് മസാജ് ചെയ്യുക. അതേപോലെ ധാര ചെയ്യാറുണ്ട്. പിന്നെ ഉപനാഹം ചെയ്യാറുണ്ട്. അതായത് ഇപ്പം രക്തശുദ്ധി വരുത്തുന്ന തരത്തിലുള്ള മരുന്നുകൾ ഉപയോഗിച്ചുകൊണ്ട് ഉപനാഹം എന്ന് പറഞ്ഞാൽ ഈ മരുന്നുകൾ അവിടെ അപ്ലൈ ചെയ്തിട്ട് അത് കെട്ടിവെക്കുന്നു.
അങ്ങനെ ഉപനാഹം ചെയ്യാറുണ്ട്. പിന്നെ വേഷ്ടനം, അതായത് ബാൻഡേജ് ചെയ്യാറുണ്ട്. പിന്നെ സ്ഥിരാവേദം ചെയ്യാറുണ്ട്. അപ്പോൾ സ്ഥിരാവേദമൊക്കെ ചെയ്ത് വളരെയധികം ആശ്വാസം ആൾക്കാർക്ക് കിട്ടുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പിന്നെ ഈ വെരിക്കോസ് അൾസർ പോലുള്ള അവസ്ഥയിലൊക്കെ ആകുമ്പോൾ ജലൂകാവരണം ചെയ്ത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ജലൂകാവചരണം എന്ന് പറഞ്ഞാൽ അട്ടയെ കൊണ്ട് കടുപ്പിക്കുന്ന രീതിയാണ്. അപ്പം ഈ നമ്മൾ വിഷമില്ലാത്ത ഈ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന അട്ടകളുണ്ട്. ഈ അട്ടകളെ കൊണ്ട് നമ്മൾ കടുപ്പിച്ചൊരു 2-3 കോഴ്സ് ഇത് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ആൾക്കാരുടെ കാലിൽ വളരെയധികം വ്യത്യാസം കണ്ടുകൊണ്ട് ഈ പതുക്കെ ഡിസ്കളറേഷനൊക്കെ മാറി, സ്വെല്ലിംഗ് ഒക്കെ മാറി തിരിച്ച് പഴയൊരവസ്ഥയിലേക്ക് വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സ്റ്റേജിലേക്ക് പോവാതെ ആദ്യത്തെ സ്റ്റേജിലേക്ക് തന്നെ നമ്മൾ മരുന്നുകൾ കൊണ്ട് മാറ്റിയെടുക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. ചികിത്സകളൊക്കെയും നമ്മുടെ ക്ലിനിക്കിൽ ഒരാൾ വരുമ്പോൾ ആളിനോട് സംസാരിച്ച് ആളുടെ ബുദ്ധിമുട്ടുകൾ നമ്മൾ കണ്ട് ആളുടെ ഒരു പ്രകൃതി അനുസരിച്ച്, അതായത് ബോഡി കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് ഒക്കെയാണ് നമ്മൾ ഈ ചികിത്സകൾ ഏതാണ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇതിനെപ്പറ്റി ചെറിയൊരു ധാരണ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വേറൊരു വിഷയവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.